ഇപ്പോൾ നമ്മൾ കാണുന്നത് സിക്കിമിലെ പ്രശസ്തമായ ഡോഡ്രുൾ ചോട്ടനാണ്. സിക്കിമിലെ ഗാംഗ്ടോക്കിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ബുദ്ധമത കേന്ദ്രം സിക്കിമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ കേന്ദ്രങ്ങളിലൊന്നായിട്ടാണ് അറിയപ്പെടുന്നത്. ചോർട്ടന്റെ ചുറ്റുമായി കാണുന്ന ഈ വലിയ ചക്രങ്ങളാണ് പ്രയർ വീൽസ് എന്നറിയപ്പെടുന്നത്. ഈ ചക്രങ്ങളുടെ എല്ലാം ഉള്ളിൽ ബുദ്ധമത മന്ത്രങ്ങൾ എഴുതിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. ഭക്തരെ ഇവ ഭക്തിപൂർവം തിരിക്കുമ്പോൾ ഈ മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നതിന് തുല്യമായ പുണ്യം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഇവിടെ വരുന്ന എല്ലാവരും ഇതിങ്ങനെ തിരിച്ചുകൊണ്ടാണ് ഈ ചോർട്ടിന് ചുറ്റും വലം വയ്ക്കുന്നത്. സിക്കിമിന്റെ പ്രകൃതി സൗന്ദര്യവും ബുദ്ധമത പാരമ്പര്യവും ആത്മീയതയും എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു മനോഹരമായ സ്ഥലമാണ് ഈ ഡോഡ്രുൾ ചോട്ടൻ. ഇത് ഡോഡ്രുൾ ചോട്ടന് അടുത്തുള്ള ഒരു ബുദ്ധമത ആരാധനാലയമാണ്. ഇവിടെ ബുദ്ധന്റെ വലിയ വലിയ പ്രതിമകളുണ്ട്. പിന്നെ അതുമല്ല ചുമരിലെല്ലാം നല്ല കളർഫുൾ ആയിട്ടുള്ള ചിത്രങ്ങളും പിന്നെ വിശുദ്ധ പ്രതിമകളുണ്ട്. പിന്നെ പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷവും മനസ്സിനെ മറ്റൊരു ലോകത്തേക്ക് ഇവിടെ നമ്മളെ കൊണ്ടുപോകും. ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമായി ഉപയോഗിക്കുന്ന ഈ സ്ഥലം സന്യാസിമാരുടെ ആത്മീയ ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗം തന്നെയാണ്. നിശബ്ദതയും സമാധാനവും ഭക്തിയും നിറഞ്ഞ ഈ അന്തരീക്ഷം ഇവിടെ എത്തുന്ന ഓരോ സന്ദർശകനും ഒരു പ്രത്യേക അനുഭവം സമ്മാനിക്കുന്നു. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഗാംഗ്ടോക്കിന് സമീപമുള്ള പ്രശസ്തമായ ബൻജാക്രി വാട്ടർഫോളിലാണ്. സിക്കിമിന്റെ പ്രകൃതി ഭംഗി അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ വെള്ളച്ചാട്ടം. നല്ല പച്ചപ്പാർന്ന കാടുകൾക്കിടയിലൂടെ ഉയരത്ത് നിന്ന് ശക്തിയായി താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടമാണിത്. ദൂരെ നിന്ന് തന്നെ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം കേൾക്കാൻ സാധിക്കും. അടുത്തെത്തുമ്പോൾ തണുത്ത കാറ്റും വെള്ളത്തുള്ളികളുടെ സ്പർശവും ഒക്കെ കൂടി സന്ദർശകർക്ക് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് നൽകുക. ചെറിയ ചെറിയ സാഹസിക അനുഭവങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കും ഈ സ്ഥലം ഏറെ ആകർഷകമാണ്. ബൻജാക്രി വാട്ടർഫോള് ഒരു വെള്ളച്ചാട്ടം മാത്രമല്ല, സിക്കിമിലെ തദ്ദേശീയ സംസ്കാരവും വിശ്വാസങ്ങളും പിന്നെ പാരമ്പര്യങ്ങളും പരിചയപ്പെടുത്തുന്ന ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ്. ഇതാണ് ബൻജാക്രിയുടെ പ്രതിമ. ഈ ബൻജാക്രി വാട്ടർഫോളിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് തന്നെയാണ്. പ്രാദേശിക വിശ്വാസപ്രകാരം ബൻജാക്രി എന്നത് കാടുകളുമായി ബന്ധപ്പെട്ട ആത്മീയ ഗുരുവിനെയോ ചികിത്സകനെയോ സൂചിപ്പിക്കുന്ന പേരാണ്. പ്രകൃതിയിൽ നിന്ന് അറിവും ഔഷധജ്ഞാനവും നേടിയിരുന്ന ആളുകളെക്കുറിച്ചുള്ള പഴയ കഥകളുമായി ഈ പേര് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ശില്പങ്ങളും പ്രതിമകളും സിക്കിമിന്റെ തദ്ദേശീയ സംസ്കാരത്തെ ഓർമ്മപ്പെടുത്തുന്നവയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇതവിടെ ഒരു ചെറിയ അരുവിയൊക്കെ ഒഴുകുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു പാർക്കുണ്ട്. ആ പാർക്കിൽ ഇതൊരു ചക്കയൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ചെറിയ നല്ലൊരു പൂളുണ്ട്. അപ്പോൾ അതൊക്കെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി ഭക്ഷണത്തിൻ്റെ സമയമായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇനി പുറത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ഇതിനടുത്ത് തന്നെയുള്ള സിക്കിമിൻ്റെ കരകൗശല വസ്തുക്കളെല്ലാം വിൽക്കുന്ന ഒരു ഷോപ്പിലാണ്. അപ്പോൾ ഇവിടുന്ന് സിക്കിമിൻ്റെ സംസ്കാരവും പാരമ്പര്യമൊക്കെ പ്രതിഫലിപ്പിക്കുന്ന നിരവധി കരകൗശല ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ മേടിക്കാൻ പറ്റും. അപ്പം ഞാനിവിടുന്ന് ഒരു ബാഗ് മേടിക്കുന്നുണ്ട്. ഈ ബാഗ് ഞാൻ മേടിക്കുകയാണ്. ലഞ്ചിന് ഞങ്ങൾ സിക്കിമിലെ തനത് ഭക്ഷണം തന്നെയാണ് തിരഞ്ഞെടുത്തത്. ഒരു പുതിയ നാട്ടിൽ പോകുമ്പോൾ അവിടുത്തെ ഭക്ഷണവും രുചിച്ച് നോക്കുന്നത് യാത്രയുടെ ഭാഗം തന്നെയാണല്ലോ. അതേമാതിരി ഓരോ സ്ഥലത്തിനും അതിൻ്റേതായ രുചിയും ഭക്ഷണ രീതിയും പ്രത്യേകതകളും ഒക്കെ ഉണ്ടാകും.
അതുകൊണ്ട് തന്നെ സിക്കിമിലെ തനത് ഭക്ഷണം ഒന്ന് പരീക്ഷിച്ചു നോക്കാനുള്ള അവസരം ഞങ്ങൾ വിട്ടുകളഞ്ഞില്ല. സിക്കിമിലെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഇനി ഞങ്ങൾ ഡാർജിലിംഗിലേക്കുള്ള യാത്രയിലാണ്. വഴിയിലൂടെ പോകുമ്പോൾ റോഡിന്റെ ഇരുവശങ്ങളിലും മഞ്ഞ് മൂടി നിൽക്കുന്ന തേയിലത്തോട്ടങ്ങൾ കാണാൻ കഴിഞ്ഞു. ചുറ്റും മഞ്ഞ് മൂടിയ മലകളും തണുത്ത കാലാവസ്ഥയും വഴിയിലുടനീളം കാണുന്ന ഈ കാഴ്ചകളും ഈ യാത്രയെ നല്ലൊരു അനുഭവമാക്കി തീർത്തു. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ യാത്ര പൈൻമര കാടുകളുടെ നടുവിലൂടെയായി. സിക്കിമിൽ നിന്ന് ഡാർജിലിംഗിലേക്കുള്ള ഈ യാത്രയിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിനേക്കാൾ വഴിയിൽ കാണുന്ന കാഴ്ചകൾ ആസ്വദിച്ചാണ് ഞങ്ങൾ പോയിരുന്നത്. അങ്ങനെ ഓരോ കാഴ്ചയും കണ്ടും യാത്ര ആസ്വദിച്ചും ഞങ്ങൾ ഡാർജിലിംഗിലേക്കുള്ള യാത്ര തുടരുകയാണ്.